അഭിനയത്തിലാണെങ്കിലും രജനീകാന്താണെങ്കിലും നമ്മളെ നാഗാർജുനാണെങ്കിലും സത്യരാജാണെങ്കിലും ഇവരെയും കുഴപ്പമില്ല. സൗബിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയ വേഷം അടിപൊളിയായിട്ട് സൗബിന് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് ഹാഫിന് ഞാൻ പറയുകയാണ് ശ്രുതിഹാസൻ ഒരു രക്ഷയില്ല. ഒത്തിരി പൊളിയാണ് ശ്രുതിഹാസൻ. അനിരുദ്ധിൻ്റെ മ്യൂസിക് നമുക്ക് ഫൈനലിലേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ കുഴപ്പമില്ലാണ്ട് കൊണ്ട് ഫൈനലോട് വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഉറപ്പ് പറയുകയാണ്, ജയിലർ പോലെ അത്ര വലിയൊരു പടമാവാൻ സാധ്യത കുറവായിട്ട് എനിക്ക് തോന്നി. എന്തായാലും പടം ഹിറ്റാണ്. സാധാരണ രജനി പടമല്ല. ഇതൊരു ലോകേഷ് കനകരാജിൻ്റെ കുറേ സംഭവങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലിയ സംഭവമാണ്. നമുക്ക് എന്തായാലും ഫൈനലിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഇതുവരെ കുഴപ്പമില്ല. പക്ഷേ ജയിലർ പോലെ അത്ര വലിയൊരു പവർഫുൾ സിനിമയാവാൻ സാധ്യത കുറവാണ്. എന്തായാലും കളക്ഷൻ റെക്കോർഡ് അനിരുദ്ധ് ഇതുവരെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഫൈനലിലാണ് നമുക്കത് പടത്തിൻ്റെ നമുക്ക് BGM കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റില്ല. ഫൈനലേ പറയാൻ പറ്റും. എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫൈനലാവട്ടെ, നമുക്ക് ക്ലൈമാക്സിൽ ഇപ്പോൾ പറയാം പടം എത്രത്തോളം പറ്റുള്ളൂ. പക്ഷേ ജയിലർ പോലെ ആവാൻ സാധ്യത ഒന്ന് തിരിച്ചു മറിക്കണം തിയേറ്ററിൽ. അതാണ് ഇതുവരെ കണ്ടത്. കുഴപ്പമില്ല, ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാം വിചാരിച്ചു പുള്ളി ഈ സിനിമ ഇത് ഉണ്ടോ ഒരു പുള്ളി മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ മരിക്കുന്നില്ല. ഇതൊക്കെ മേളി ഇത് കഥ ഇതൊക്കെ തിയേറ്റർ മറിക്കാൻ പോയി അടുത്ത്. രജനീകാന്ത് സംഭവം മൊത്തം അറിയുന്നു. ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. അതുവരെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ കണ്ടെന്ന് ഇറങ്ങിയുള്ളൂ. അപ്പം ഇതുവരെ വേറെ ലോകത്ത് നിൽക്കുകയാണ്. ഇനി തിരിച്ച് മറിക്കാൻ പോകുന്നു തിയേറ്ററിൽ. അതുപോലെ പുള്ളിയുടെ ഒരു മാസം ചെയ്യാൻ വരാൻ പോയി. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആക്ച്വലി നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുത്തൊരു മൂവിയാണ് ലോകേഷിൻ്റെ മൂവി എന്ന് വെച്ചാൽ. രജനി അങ്ങനെ ഒരുപാട് സ്റ്റാർസുള്ള വലിയ വലിയ സ്റ്റാർസുള്ള ഒരു മൂവിയാണ്. ബട്ട് അതിലെ ആക്ഷനും കാര്യങ്ങളൊക്കെ കൊറിയോഗ്രാഫിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BGM വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ സ്റ്റോറി ബേസ് നമുക്ക് മലയാളികൾക്ക് അത്ര ദഹിക്കില്ല. ഒരു ഫാൻസ് മൂവി എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അല്ലാതെ സ്റ്റോറി ബേസായിട്ട് മലയാളത്തിൽ അത്രത്തോളം ക്ലിക്കാകാനുള്ള സാധ്യതയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സോങ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. BGM ആണ് മെയിനായിട്ട്. പിന്നെ വിഷ്വൽ ട്രീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറി ഒരു വല്ലാത്ത പോരായ്മ തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ആവറേജ് മൂവി എന്ന് പറയാനേ പറ്റുള്ളൂ. സിനിമ പൊളിച്ച് അടിപൊളി സിനിമയായിരുന്നു. കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഉള്ള പടമാണ്. കുറച്ച് നാളുള്ള ഐറ്റയും ഒരു ഫുൾ ഹാപ്പിനെസ്സിൽ പുറത്തോട്ട് ഇറങ്ങി വന്നത്. അമീർ ഖാൻ, സൗബിൻ അവരുടെയൊക്കെ പെർഫോമൻസ്. അമീർ ഖാൻ ക്യാമിയോ ആണ്. സൗബിൻ പക്ഷേ ക്യാമിയോ അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സൗബിൻ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയി ഇടയ്ക്കിടയ്ക്ക് മലയാളമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് പടം? ടോട്ടലി സൂപ്പർ പടം. അടിപൊളി പടം. രജനീകാന്തിൻ്റെയൊക്കെ സൂപ്പർ ഒരു മാസ് ഇതായിരുന്നു. കണ്ടിരിക്കാൻ എന്തായാലും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പടം കാണുമ്പോൾ തന്നെ രജനീകാന്തിൻ്റെ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചായിട്ട് കയറി വരും. അപ്പോൾ ഒന്നും പറയാനില്ല. സൗബിൻ ഷായറിൻ്റെ ഒക്കെ നല്ല കിടു സാധനമാണ്. വില്ലൻ വേഷമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ പാട്ട് മോണിക്ക അത് പടം ഇറങ്ങണേക്ക് മുമ്പ് തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ടാണ്. എങ്കിലും പടത്തിൻ്റെ ഒപ്പം ആ പാട്ട് വന്നപ്പോൾ തന്നെ പാട്ടും പടവും കൂടി എല്ലാം കൂടി വന്നപ്പോൾ തന്നെ തിയേറ്റർ ഒരു ശരിക്കും കുലുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമില്ല, സൂപ്പർ പടമാണ് എന്തായാലും. രജനീകാന്തിൻ്റെയൊക്കെ നല്ലൊരു ഫൈറ്റും ഇതൊക്കെ ഉണ്ട്. നല്ല മാസ് പടം. കുടുംബക്കാർക്കെല്ലാം പ്രേക്ഷകർക്കെല്ലാം വന്ന് കാണാം, എൻജോയ് ചെയ്യാം. പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല പടമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.